യാഷിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ടോക്സിക്, അതായത് KGF 2-ന് ശേഷം റോക്കി സ്റ്റാർ യാഷ് അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ടോക്സിക്. ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് ഗീതു മോഹൻദാസ് ആണ്. 2 വർഷമായി 1 വർഷം എന്തുവാ KGF 2 കഴിഞ്ഞിട്ട് ഒരു 2 വർഷമായില്ലേ. സോ ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഗീതു മോഹൻദാസ് ആണ്. ഈ സിനിമയുടെ ഒരു ചെറിയ ഒരു സ്നീക്ക് പീക്ക് പോലെ സാധനം, അതായത് യാഷിൻ്റെ ബർത്ത്ഡേ അനുബന്ധിച്ച് ഇറക്കിയിരിക്കുന്ന ഒരു ചെറിയ ഒരു വീഡിയോ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി നമ്പർ 2 ആണല്ലോ ട്രെൻഡിങ്ങിൽ. ഇത് ഇറങ്ങിയതിന് ശേഷം ഗീതു മോഹൻദാസ് കുറച്ച് എയർ ടൈം നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. അതാ കൊള്ളത്തില്ലേ? പ്ലേ ചെയ്യും. പഴയ കാലമാണോ? ഒരു ആഡിന്റെ ഫീലാണല്ലോ. ഓ അല്ലേ, എന്തോ സ്റ്റൈലിഷ് പരിപാടിയാണെന്ന് തോന്നുന്നു. ഇതില് ഇപ്പോ എന്താണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് മനസ്സിലായോ? അതായത് ഇപ്പോൾ ഗീതു മോഹൻദാസ് പണ്ട് ഈ കസബയിലെ ആ ഒരു സീനിന്റെ പേരിൽ പാർവതി തിരുവോത്തിനോട് അന്ന് പറഞ്ഞ് ഇത് അപ്പം ഈ പടത്തിന്റെ പേര് പറയാം എന്ന് പറഞ്ഞ് അന്നൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് പേര് പറയാൻ നിർബന്ധിച്ച. അതായത് ഈ പറഞ്ഞ പോലെ സിനിമയിൽ ഈ പെണ്ണുങ്ങളോട് സ്ത്രീകളോട് പെരുമാറുന്ന നായകന്റെ പെരുമാറ്റം, അത് മോശമായ പെരുമാറ്റത്തെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നു എന്നുള്ള ലൈനിൽ മനസ്സിലായോ? അതിന്റെ പേരിലായിരുന്നു അന്ന് ഒരു വലിയ ഇഷ്യൂ ഉണ്ടാകുന്നതും ഈ WCCയുടെ തുടക്ക സമയത്തുണ്ടായിരുന്ന ഒരു മേജർ സംഭവമായിരുന്നു. ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഗീതു മോഹൻദാസ് ആണ്. അപ്പോൾ ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ നമ്മുടെ നായകൻ ഈ പറഞ്ഞ ഒരു പെൺകുട്ടിയുമായിട്ട് ഇങ്ങനെ ഇത് ഒരു ആക്ട് ചെയ്യുമ്പോൾ അതിനെ കസബയില് മറ്റേ പ്രധാനമായിട്ടും മറ്റേ ആ സീക്വൻസ് അല്ലേ? അത് തന്നെ. അപ്പോൾ ഇവിടെ ഈ കാണിച്ചതിൽ മറ്റേ വലിയ പ്രശ്നമുള്ളതാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ബട്ട് എല്ലാ സിനിമയിലും ആ സിനിമയുടെ എന്താണോ ആ സിനിമയ്ക്ക് ആവശ്യമുള്ള കോണ്ടെക്സ്റ്റ് അത് ആവശ്യമുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു മേജർ സ്റ്റാർ അഭിനയിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന മിക്ക ആക്ടുകളും ഗ്ലോറിഫൈ ചെയ്യപ്പെടും. ഒരു കൂട്ടം ആൾക്കാർക്ക് അത് ഗ്ലോറിഫൈ ചെയ്യും, ഒരു കൂട്ടം ആളുകൾക്ക്. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ ആ സ്റ്റാറിന് ഒരു റോൾ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ വെക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മമ്മൂക്ക ഇപ്പൊ ചെയ്യുന്ന എല്ലാ റോളുകളും ഇപ്പൊ ചാത്തനെ ഗ്ലോറിഫൈ ചെയ്യുമല്ലോ ബ്രഹ്മയുഗത്തിൽ എന്ന് പറയുന്ന പോലെ ഒരു റോൾ എടുക്കുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവണം. ഇപ്പൊ കസബ കണ്ടപ്പം ഞാൻ ഓർക്കുന്നില്ല ആ സിനിമ മൊത്തത്തിൽ അന്നാ ഇഷ്യൂ നായകൻ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സീനാണോ എന്ന് എനിക്ക് ഓർക്കുന്നില്ല. പോലീസുകാരൻ മോശമാണോ? പോലീസുകാരൻ നെഗറ്റീവ് ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. പക്ഷെ പുള്ളി അങ്ങനെ ആക്ട് ചെയ്യുന്നത്. പക്ഷെ പുള്ളി തന്നെ പടത്തിലെ ഹീറോ ആണ്. അപ്പൊ അതിന് പേ ഓഫ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇവർക്ക് പ്രശ്നം അവിടെ ആ നായകൻ അത് ചെയ്യുമ്പോൾ ആൾക്കാർ കൈയടിക്കണം തിയേറ്ററിൽ. ഇവിടെ യാഷിത് ചെയ്യുമ്പോൾ ആൾക്കാർ റെസ്പോൺസ് ആണല്ലോ. പടത്തില് ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടറിനെ ഗ്രേ ഷെയ്ഡായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. ഞാൻ കണ്ട് കൈയടിക്കുകയാണെങ്കിൽ അത് എന്റെ പ്രശ്നമാണ്. ഞാനൊരു ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടറെ കണ്ട് കൈയടിക്കണത് എന്റെ ഇഷ്യൂ ആണ്. അത് പടം. പക്ഷെ അവിടെ പ്രശ്നം അറിയാം, ഈ ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടറിലുപരി അഭിനയിക്കുന്ന നടനെയാണ് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ കാണുന്നത്. അവർക്ക് ആ ക്യാരക്ടറിനെ കാണാൻ പറ്റില്ല. അത് എത്ര നന്നായിട്ട് അവർ ചെയ്താലും അവർ കാണുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റാറിനെയാണ്. മനസ്സിലായോ? ആ ആക്ടർ എത്ര നന്നായിട്ട് അഭിനയിച്ചാലും അവർക്ക് ആ നടനിലെ ആ ക്യാരക്ടറിനേക്കാൾ കൂടുതൽ ആ നടനെയാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് അവരതിന് കൈയടിക്കുന്നത്. എനിക്ക് തോന്നുന്നു കസബ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയല്ല. ആ പടത്തില് കോണ്ടെക്സ്ച്വൽ ആയിട്ട് ഓക്കെ ആയിരുന്നു ആ സീൻ തോന്നി. ഞാനിപ്പോ ഓർക്കുന്നില്ല കൃത്യമായിട്ട്. അത് തന്നെ ഇപ്പൊ ചേട്ടാ, അതിപ്പോ കോണ്ടെക്സ്റ്റ് വൈസ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആണെങ്കിലും ഇപ്പോൾ ഈ നടൻ ചെയ്യുന്നത് അല്ലെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാൾ അത് ഓരോ ക്രിയേറ്ററിന്റെ ഇതാണ്. അവർക്കത് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിപ്പോൾ നിങ്ങൾ ഈ റെസ്പോണ്ട് ചെയ്ത പോലെ നിങ്ങൾക്കിത് പറയാം, അത്രേ ഉള്ളൂ. ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. ഇതിപ്പോ ഇതിനകത്ത് ഇപ്പം ഗംഭീര പുതുമകളൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ ഈ ഗ്യാങ്സ്റ്ററോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ അയാൾ താടിയും മിഷയൊക്കെ വെച്ച് ഈ ഒരു 90s 80s
70s കാലഘട്ടം. ഇത് ആക്ച്വലി ഇതിനെപ്പറ്റി ഒരു മെയിൻ റെഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മെയിൻ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈ ബഡ്ജറ്റഡ് കോണ്ടത്തിന്റെ ആടാണ്. എന്തോ ഒരു അങ്ങനെ ഒരു ആഡിന്റെ ഒരു മൂഡും അങ്ങനെയാണ് അങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോഴും നമുക്ക് ഇനിഷ്യൽ തോന്നുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ ആഡിന്റെ ഒരു ഫീൽ ഉണ്ട്. ആഡ്, മ്യൂസിക് വീഡിയോ, അതെ, ആവശ്യത്തിന് കൂടുതൽ കട്ടവേസ് ഉണ്ട്. മറ്റേ ആ ക്ലബ്ബ് ആക്ടിവിറ്റീസും തോക്കിനെ ഗ്ലോറിഫൈ ചെയ്യുക, സ്മോക്ക്, അങ്ങനെ ഒരു മാസ്കുലിൻ മാച്ചോ വൈബിലുള്ള എല്ലാ സാധനങ്ങളെയും ഉണ്ട്. പിന്നെ സിനിമയുടെ പേര് ടോക്സിക് എന്നാണ്. മേ ബി നായകൻ ഭയങ്കര ടോക്സികളുടെ ക്യാരക്ടറായിരിക്കും. അതെ, അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ അവര് അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു മാർക്കറ്റിംഗ് ആയിരിക്കും. അതെ, അത് അങ്ങനെയാവാം. ഇത് മോഹൻദാസ് കാണാനിരിക്കുന്ന എന്റെ മാർക്കറ്റിംഗ് അങ്ങനെയാവാം. കാരണം ഇപ്പൊ ഈ പടത്തിന് ഹൈപ്പ്, ലൈക്ക് ഈ സാധനത്തിന്റെ ഹൈപ്പായി ഏതാ ഈ ഇറങ്ങിയ വീഡിയോയ്ക്ക് നല്ല ഹൈപ്പ്, വീഡിയോക്ക് നല്ല റീച്ചായി ഏത് ഈ സംഭവം കൊണ്ട് തന്നെ. അത്രേ ഉള്ളൂ. ഇതൊക്കെ ബേസിക്കലി ഒരു എന്താ പറയാ സ്റ്റണ്ട് പോലത്തെ പരിപാടി. പടം ഇറങ്ങുമ്പോൾ സോറി ഗീതു, ഇതാണ് ഉദ്ദേശിച്ചത്, ഞങ്ങൾക്ക് മനസ്സിലായില്ല ഗീതു എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു സാധനമായിരിക്കും. അത്രേ ഉള്ളൂ. സിനിമയിൽ എന്ത് കാണിക്കണം എന്ത് കാണിക്കരുത്, ഇത് ചെയ്യരുത് എന്ന് അങ്ങനെ പറയാനുള്ള അവകാശം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഒരാളുടെ തീരുമാനമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെടുന്നു, ഈ രണ്ട് കാര്യം അതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് അതിനെ റിയാക്ട് ചെയ്യാം. ആ റിയാക്ഷൻ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുകൊണ്ട് തന്നെയാണ് ഒരു ക്രിയേറ്റർ അത് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. രണ്ട് സംഭവമാണ്. എനിക്ക് രണ്ടും കേൾക്കുമ്പോൾ ശരിയാന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ചിലർ പറയത്തില്ല, ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു സംഭവം നിന്നെ ദ്രോഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ വേണം. അതെ, ഇതിപ്പം ദ്രോഹിക്കുന്ന ഇങ്ങനൊരു സാധനം ഇറക്കിയാൽ, ഇപ്പം യശ് പോലൊരു ആക്ടറെ വെച്ച് ഇങ്ങനൊരു സംഭവം ഇറക്കി, ഈ വലിച്ച് ഇങ്ങനെ സാധനം ഇറക്കിയാൽ അത് അനുകരിക്കാൻ 100,000 പേരുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ 100,000 പേരുണ്ടല്ലോ, അവരെ നിങ്ങൾക്ക് ഒരു രീതിയിലും ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അതാണ് അതിന്റെ പ്രശ്നം. മനസ്സിലായി. പക്ഷെ അങ്ങനെ അവരെ നമുക്ക് ചേഞ്ച് ചെയ്യാനേ പറ്റൂല. സോ നമ്മള് അവരിങ്ങനെ ഇത് കണ്ട് അനുകരിക്കുമെന്ന് വിചാരിച്ച് നമുക്ക് ഇങ്ങനെ താല്പര്യമുള്ള ഒരു പരിപാടി ചെയ്യാതിരിക്കാം എന്ന് പറയുന്നത് അല്ല, ഞാൻ പറയാം. അതൊക്കെയാണ് ഒരു ക്രിയേറ്ററിന്റെ മുമ്പിൽ വെക്കുന്ന ഒരു റെസ്ട്രിക്ഷൻസ് പോലല്ലേ. റെസ്ട്രിക്ഷൻസ് ആണ്. എല്ലാ അഭിപ്രായമുള്ള അഭിപ്രായം നമ്മൾ സിനിമയിൽ കൂടെ പറയുന്നുള്ളൂ. അപ്പൊ ആ അഭിപ്രായം ഇത് ചെയ്യുമ്പോഴത്തേക്ക് 100,000 പേര് ബാധിക്കപ്പെടുമെങ്കിൽ അത് വേണേ എനിക്ക് ചെയ്യാതിരിക്കും. അങ്ങനെ ചോയ്സ് എനിക്കുണ്ടെന്നാണ്. അത് എടുക്കണമെന്ന് പറയുന്ന ആളുകളുടെ വാദം എനിക്ക് മനസ്സിലാവും. അങ്ങനല്ല, ഈ ക്രിയേറ്ററിന്റെ ഫ്രീഡം ആണെന്ന് പറയുന്നവരുടെയും വാദം എനിക്ക് മനസ്സിലാവും. അതേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം എനിക്കിങ്ങനെ ഒരു സൈഡ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വിഷയം ഇത്. അല്ല, എനിക്ക് ബേസിക്കലി തോന്നിക്കുന്നതാണ് ഇത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത്. അങ്ങനെ പറയരുത് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് താല്പര്യമില്ല, കാണണ്ട. നിങ്ങളത് കാണാൻ ഞങ്ങൾ പറയുന്നില്ലല്ലോ. അങ്ങനെയാണല്ലോ ഈ ക്രിയേറ്റർ. നിങ്ങൾക്ക് താല്പര്യമില്ല, ഇത് ടോക്സിക് ആണ്, ഇങ്ങനത്തെ സീനുകൾ ഞാൻ കാണില്ല, സിനിമയിൽ സ്ത്രീകളോട് മോശമായൊരു നടൻ പെരുമാറുന്നൊരു സിനിമ, എസ്പെഷ്യലി ആനിമൽ സിനിമ ഇറങ്ങിയ സമയത്ത് എന്തോ ഒരു ബഹളമായിരുന്നു. അത് മറ്റേ ഇത് തൊട്ട് തുടങ്ങി. ആനിമൽ മുമ്പ് പുള്ളിയുടെ പടം ഉണ്ടല്ലോ, മറ്റേ കബീർ സിംഗ് ഇത് അർജുൻ റെഡ്ഡി. അപ്പം ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനിമലിൽ റൺബീർ കപൂർ ഒരു 100-300 പേരുടെ തലവെട്ടി കൊന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ പോലും ചോദിച്ചില്ല, നിങ്ങൾ ഇത്രയും പേരെ ആളെ കൊന്നില്ലേ, അത് നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നോ? ഇല്ല. ഇവർക്ക് പ്രശ്നം ഉണ്ടായത് എവിടെയാണെന്നറിയോ? മറ്റേ തൃപ്തിയോട് നായകൻ്റെ ബൂട്ട് നക്കാൻ പറഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് പൊള്ളിയത്. മനുഷ്യൻ്റെ ജീവന് വിലയില്ല. മനുഷ്യൻ്റെ ജീവന് വിലയില്ല. ഇവിടെ ഇങ്ങനെ ഒരു ആക്ട് കാണിക്കാൻ പാടില്ല എന്ന് മാത്രമാണ്. അപ്പോൾ ആ സിനിമയിൽ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ, ആ സിനിമയിൽ ആ നായകനെ അത് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നു. ബട്ട് അവർ തന്നെ ആ സിനിമയിൽ ആ നായകൻ്റെ അവസാനം ആ നായകൻ എല്ലാം നഷ്ടപ്പെട്ട് ഇതിലെല്ലാം റിഗ്രറ്റ് ചെയ്യുന്നൊരു പോയിന്റിലാണ് നായകൻ നിൽക്കുന്നത്. അങ്ങനെയാണ് അവിടെ പ്രസന്റ് ചെയ്തത്. അവിടെ ഗ്ലോറിഫൈ ചെയ്തൊരു മൊമെന്റിൽ ആനിമൽ എന്ന് പേരിട്ട ആളെ ആനിമലായിട്ട് കാണിക്കാതെ പിന്നെ അല്ലേ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ആ സിനിമ എങ്ങനെയാണ്, അത് അങ്ങനെ എടുക്കാൻ പഠിക്കണം. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇതൊന്നും പാടില്ല, സിനിമയിൽ ഇത് പാടില്ല, സിനിമയിൽ അത് പാടില്ല, സിനിമയിൽ ഇത് പാടില്ല, ഇങ്ങനെ ആൾക്കാർ സിനിമ കാണേണ്ട കാര്യമില്ല. വീട്ടിലിരിക്കുക, മറ്റേ ഭാഗവതം, രാമായണം തുടങ്ങിയ കാര്യങ്ങൾ വായിക്കുക. പിന്നെ ഇതൊക്കെ ഒരു അഭിപ്രായമാണ്. ഇപ്പൊ എനിക്കിത് കണ്ടപ്പോ ഇങ്ങനെ തോന്നി എന്ന് പറയുവാണ്. അത് ഫോളോ ചെയ്യണമെന്നില്ല. ആ അഭിപ്രായം എന്നുള്ള രീതിയിൽ അത് പറഞ്ഞാൽ ഓക്കെയാണ്. ഇവിടെ അത് ഒരു വലിയൊരു സംഭവമാക്കി മാറ്റി അതിനെ WCC സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരു പവറുണ്ട്. ആ അഭിപ്രായത്തിന്റെ ബേസിസിൽ അവർക്ക് ഡിസിഷൻസ് എടുക്കാം. അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഈ അഭിപ്രായം അവർ ഫോളോ അപ്പ് ചെയ്യണമെന്നായിരിക്കും ചിലരുടെ ആവശ്യം. അപ്പം അതായത് അവർ ആ ഒരു പ്രസ് മീറ്റിലും അതിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്ക് വിപരീതമായിട്ടാണ് ഈ പടത്തിന്റെ ടീസർ വന്നതുകൊണ്ട് ചിലപ്പോൾ അതനുസരിച്ച് ചെയ്യാറുള്ളതായിരിക്കും. ഇല്ല, അത് തന്നെ. ഇപ്പൊ പുള്ളിക്കാരി ആക്ച്വലി ഇത് ഫസ്റ്റ് ഇത് നിതിൻ രഞ്ജിപ്പണി പുള്ളിയാണ്. പുള്ളി പറയുന്നത് ഇതിനെ മോശമായി ചെയ്തില്ല. പുള്ളി പറയുന്നത് ഇപ്പൊ എന്റെ സിനിമയിൽ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്റ്റേറ്റ് വിട്ട് മറ്റൊരു മെയിൻ ഒരു ആക്ടർ വെച്ച്, അതൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ ഇതേ സാധനം നിങ്ങളുടെ സിനിമയിൽ ചെയ്യുന്നു,
അതിപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് അറിഞ്ഞു ചെയ്യുന്നതായിരിക്കത്തില്ല, പ്രൊഡക്ഷൻ വൈസോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നായകന്റെ പ്രശ്നം ഇടയ്ക്ക് ക്യാൻസൽ ആയെന്നും അങ്ങനെ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം പുറത്ത് ചെയ്താണോ എന്തും ആയിക്കോട്ടെ, സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ നിങ്ങൾ തയ്യാറായല്ലോ. ഇപ്പൊ ഈ നിങ്ങൾ നിൽക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും സിനിമയിൽ പാടില്ല, അല്ലെങ്കിൽ സിനിമയിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, സ്ത്രീകളുടെ സിനിമയിൽ പബ്ലിക്കലി അനൗൺസ് ചെയ്യാം ഞാൻ ഈ പടത്തിൽ നിന്ന് പിന്മാറുന്നു, എനിക്ക് ഇന്ന സാധനങ്ങൾ ചെയ്യാൻ പാടാണ്. അങ്ങനെയൊന്നുമില്ല, അവരുടെ സിനിമയിൽ അവരത് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ സിനിമയിൽ ഇത് നടക്കും, എൻ്റെ സിനിമയിൽ എൻ്റെ ക്യാരക്ടർ അങ്ങനെ ചെയ്യാം എന്നുള്ളത് അവർക്ക് ഓക്കെയാണ്. മറ്റൊരാളുടെ പടത്തിലും മറ്റൊരാളുടെ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുന്നതോ എനിക്കത് പ്രശ്നമാണ് എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. മനസ്സിലായി? നമ്മൾ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം. ടോക്സിക് ആയിട്ടുള്ള കുറച്ച് ഡിസ്കഷൻസ് ടോക്സിക് വഴി കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. റിയൽ ലൈഫിൽ അല്ല, എനിക്ക് എന്റെ പ്രശ്നം ഇതേ ഉള്ളൂ. ഇത് ഈ സാധനം കണ്ട് ഞാൻ മടുത്തു എന്നുള്ളത് എനിക്ക് ഇഷ്യൂ ആയിട്ടുള്ളൂ. ഈ സിഗരറ്റ് വലിച്ച് നടക്കുന്നത്, താടി വെച്ച് സ്ലോ മോഷൻ നടക്കുന്നു, മ്യൂസിക് ഇടുന്നു. അതെ അതെ. ഇതിന്റെ പുതിയ വേർഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് കംപ്ലീറ്റ്ലി സിനിമപരമായിട്ട്, അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ തന്നെയാണല്ലോ. എനിക്ക് പേഴ്സണലി ഞാനിത് കണ്ടിട്ട് ഉടനെ സിഗരറ്റ് വലിച്ച് നടക്കാനൊന്നും പോകുന്നില്ല. ആ ഉറപ്പ് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാനത് കാണും. പക്ഷെ എനിക്ക് ഇതിന്റെ ഒരു പുതിയ വേർഷൻ കാണണം എനിക്ക്. ഇപ്പൊ ഇന്നലെ വരെ മറ്റേ നമ്മുടെ ഡാക്കു മഹാരാജിലൊക്കെ ഉള്ള പുതിയൊരു വെപ്പണെങ്കിലും ഉപയോഗിക്കും. ഈ തോക്കും വെടിവെപ്പും ഇടിച്ച് പറക്കുക, സ്ലോ മോഷൻ, ഇതൊക്കെ ഓക്കെ. നായകൻ ഇടിക്കുന്നു, വില്ലൻ തെറിക്കുന്നു എന്നുള്ള ഓക്കെ. പക്ഷെ വേറെ സാധനം വെച്ച് ഇടിക്കുവോ അല്ലെങ്കിൽ വേറൊരു കാരണം കൊണ്ട് ഇടിക്കുവോ, എന്തെങ്കിലും ഒരു പുതുമ അതിനകത്ത് കൊണ്ടുവന്നാൽ മതി. അയ്യോ.